വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് മീ ബനാസർ ഖാലിദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി പോർഷൻസ് നോക്കാം. അപ്പൊ നിങ്ങൾ ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കണം, ക്ലാസ് ഫോളോ ചെയ്ത് പോകണം. ഇപ്പൊ തന്നെ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കണം. എനിക്ക് പെട്ടെന്ന് തന്നെ ഈ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതായത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് അത് ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. അവിടെ നമ്മൾ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കുള്ളത് ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും ആസൂത്രണ കമ്മീഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ട്. അപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷനെ ആസൂത്രണ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് പ്ലാനിംഗ് ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്നത് പ്ലാനിംഗ് ബോർഡ്. ഇനി പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് എന്താണ്? 1967 പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത്. 1967 പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത്. കേരളത്തിൽ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്നത് പ്ലാനിംഗ് ബോർഡ് എന്നാണ്. നിലവിൽ വന്നത് 1967. ഇനി ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. എങ്കിൽ ഇവിടെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരിക്കും. ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? പ്ലാനിംഗ് ബോർഡിന്റെ, അതായത് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനായ പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരായിരിക്കും? ഇപ്പോഴത്തെ അധ്യക്ഷൻ ഇപ്പോഴും തുടരുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ആസൂത്രണ കമ്മീഷന് ഒരു ഉപാധ്യക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്ലാനിംഗ് ബോർഡിന് എന്താണ് ഒരു ഉപാധ്യക്ഷൻ ഉണ്ട്. എങ്കിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് MK ഹമീദ് ആണ്. ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദ് ആണ്. MK ഹമീദ് ആണ് ആദ്യ ഉപാധ്യക്ഷൻ. എന്നാൽ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് VK രാമചന്ദ്രൻ ആണ്. VK രാമചന്ദ്രൻ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ. അപ്പൊ നമ്മൾ കേരള ആസൂത്രണ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കിയത്. കേരള ആസൂത്രണ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് പ്ലാനിംഗ് ബോർഡാണ്. 1967 നിലവിൽ വന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടും ഇപ്പോഴത്തെ അധ്യക്ഷൻ പിണറായി വിജയനുമാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് MK ഹമീദും ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് VK രാമചന്ദ്രനുമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ദേശീയ വികസന അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇത് നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6 നിലവിൽ വന്നത്. ഇതെന്ന് നിലവിൽ വന്നു 1952 ഓഗസ്റ്റ് 6 ദേശീയ വികസന സമിതി നിലവിൽ വരുന്നത്. ദേശീയ വികസന സമിതി നിലവിൽ വന്നതെന്നാണ് 1952 ഓഗസ്റ്റ് 6 നിലവിൽ വരുന്നത്. ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് നവംബർ 8, 9 തീയതികളാണ്. ഇത് നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6 ആദ്യ സമ്മേളനം നടന്നത് നവംബർ 8, 9 തീയതികളിലാണ്. ഇനി ഈ ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്ന്, അല്ലെങ്കിൽ അത് എന്തിനായിരിക്കാം കൊണ്ടുവന്നത്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നതാണ് ഇവരുടെ കർത്തവ്യം. അപ്പൊ എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ദേശീയ വികസന സമിതി നിലവിൽ 1952 ഓഗസ്റ്റ് 6 ഇതിന്റെ പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരുടെ കർത്തവ്യമാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതിയുടെ കർത്തവ്യമാണ്. ഇനി അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണെന്ന് മനസ്സിലാക്കി. ഇനി ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം നടത്തുന്നത് വിധാൻ ഭവൻ ആണ്. വിധാൻ ഭവൻ ന്യൂഡൽഹി. ഡൽഹിയിലെ വിധാൻ ഭവനിലാണ് ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം. ദേശീയ വികസന സമിതി എവിടെയാണ്? ഡൽഹിയിലെ വിധാൻ ഭവൻ. അപ്പൊ ഡൽഹിയിലെ വിധാൻ ഭവനിലാണ് ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം. ഇനി അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആര് തന്നെയാണ്? പ്രധാനമന്ത്രി.
അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇനി അവിടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആദ്യ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന നെഹ്റുവും അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയുമാണ്. ആദ്യ അധ്യക്ഷൻ നെഹ്റു ആണ്, അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദി. അപ്പൊ എന്താണ് ദേശീയ വികസന സമിതി നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6-നാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് വിധാൻ ഭവൻ ഡൽഹിയാണ്. ഡൽഹിയിലെ വിധാൻ ഭവനിലാണ് ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം, വിധാൻ ഭവൻ ഡൽഹി. ഇനി അധ്യക്ഷൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ നെഹ്റുവും ഇപ്പോഴത്തെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദിയുമായിരുന്നു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കി, പിന്നെ അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷന്റെ പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ ദേശീയ വികസന സമിതിയെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ചും മനസ്സിലാക്കി. അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. എന്താണ് നീതി ആയോഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ ആസൂത്രണ സമിതിയെ കുറിച്ച് ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു ദേശീയ ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ നിലവിലില്ല, പകരം അതിനെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് ദേശീയ ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് നീതി ആയോഗ്. ഇനി അതിനെ കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ദേശീയ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്നത് 2014 ഓഗസ്റ്റ് 17-നാണ്. അതേ തുടർന്ന് അതിനുശേഷം നിലനിന്ന സംവിധാനമാണ് നീതി ആയോഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8-നാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8-നാണ്. ഈ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം 2015 ഫെബ്രുവരി 8-നാണ്. അറിയപ്പെടുന്ന സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1-നുമാണ്. ഇനി ഇതിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് നീതി ആയോഗിന് ഒരു ഘടനയുണ്ട്. ദേശീയ ആസൂത്രണ കമ്മീഷൻ ഒരു ഘടന ഉള്ളതുപോലെ തന്നെ നീതി ആയോഗിന് ഒരു ഘടനയുണ്ട്. നീതി ആയോഗിന്റെ ഘടനയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ആയോഗിന്റെ ഘടന: ദേശീയ ആസൂത്രണ കമ്മീഷൻ ഒരു അധ്യക്ഷനുണ്ട്, ഉപാധ്യക്ഷനുണ്ട്, പിന്നെ കേന്ദ്ര മന്ത്രിമാരുടെ കേന്ദ്ര ക്യാബിനറ്റിലെ കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ, ഇത്ര ആളുകളാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെ നീതി ആയോഗിന് എന്തുണ്ട്? നീതി ആയോഗിന് ഒരു ഘടനയുണ്ട്. എന്താണ് ആ ഘടന എന്ന് വെച്ചാൽ നീതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ട്, അതായത് ഒരു അധ്യക്ഷനുണ്ട്. നീതി ആയോഗിന് ഒരു ചെയർമാൻ അഥവാ അധ്യക്ഷനുണ്ട്. അത് എപ്പോഴും ആര് തന്നെ ആയിരിക്കാം? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ഒരു ചെയർമാൻ ഉണ്ട്. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ചെയർമാനെ പോലെ എന്ത് കാണും? ഒരു വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ കാണും. നീതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈസ് ചെയർമാൻ ഉപാധ്യക്ഷനുണ്ട്. പിന്നെ അവിടെ ഒരു സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ഒരു സിഇഒ ഉണ്ട്. നീതി ആയോഗിന് ഒരു സിഇഒ ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് സിഇഒ അറിയപ്പെടും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ നീതി ആയോഗിന്റെ ഒരു പ്രധാന അംഗമാണ്. ഇനി അടുത്തത് നീതി ആയോഗിന് സ്ഥിര അംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങളുണ്ട്. നീതി ആയോഗിന് എന്തുണ്ട്? സ്ഥിര അംഗങ്ങളുണ്ട്, അതുപോലെ താൽക്കാലിക അംഗങ്ങളുണ്ട്, പിന്നെ അനൌദ്യോഗിക അംഗങ്ങളുണ്ട്. സ്ഥിരാംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങളുണ്ട്, പിന്നെ അനൌദ്യോഗിക അംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ ഘടന പറയുകയാണെങ്കിൽ നീതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ട്, ഒരു വൈസ് ചെയർമാൻ ഉണ്ട്, ഒരു സിഇഒ ഉണ്ട്, പിന്നെ അതുപോലെ സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അതോടൊപ്പം തന്നെ അനൌദ്യോഗിക അംഗങ്ങളും സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നീതി ആയോഗിന്റെ ഘടനയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അതായത് ചെയർമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഇനി നീതി ആയോഗിൽ ഈ പറയുന്ന സ്ഥിരാംഗങ്ങളെയും താൽക്കാലിക അംഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഇതിൽ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാന സർവകലാശാലയിലോ ഗവേഷണ സ്ഥാപനങ്ങളോ ഉള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള ആളുകളായിരിക്കും നീതി ആയോഗിന്റെ താൽക്കാലിക അംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അത് അവരുടെ അംഗം എപ്പോഴും 2-ൽ കൂടുതലാകാൻ പാടില്ല. അപ്പൊ നീതി ആയോഗിലെ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാന സർവകലാശാലയിലോ ഗവേഷണ സ്ഥാപനങ്ങളിലോ
ഉള്ളവരായിരിക്കാം. അവരുടെ എണ്ണം എന്ന് പറയുന്നത് 2-ൽ കൂടുതലാകാൻ പാടില്ല. അപ്പൊ താൽക്കാലിക അംഗങ്ങൾ പ്രധാന സർവകലാശാലയിലോ ഗവേഷണ സ്ഥാപനങ്ങളിലോ ഉള്ളവരാണ്. അവരുടെ എണ്ണം 2-ൽ കൂടാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ഇനി ഒരു അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അനൗദ്യോഗിക അംഗങ്ങൾ എങ്ങനെയായിരിക്കും? പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് ഇവിടുത്തെ അനൗദ്യോഗിക അംഗങ്ങൾ. അപ്പൊ അനൗദ്യോഗിക അംഗങ്ങൾ, അപ്പൊ സ്ഥിരാംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങളുണ്ട്, അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ സ്ഥിരാംഗങ്ങൾ പറഞ്ഞു. പിന്നെ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാന സർവകലാശാലയിലോ ഗവേഷണ സ്ഥാപനങ്ങളിലോ ഉള്ള വ്യക്തികളായിരിക്കാം. അത് 2-ൽ കൂടുതലാകാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് ഇവിടുത്തെ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സിഇഒ ഉണ്ടെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും സിഇഒ ആയിട്ട് നിയമിതരാകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയാണ് സിഇഒ ആയിട്ട് നിയമിതരാകുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ഘടനയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നീതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, സ്ഥിരാംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങളുണ്ട്, അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. ഇനി താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കാം? പ്രധാന സർവകലാശാലയിലോ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉള്ളവരായിരിക്കും. അവരെ എണ്ണം 2-ൽ കൂടുതലാകാൻ പാടില്ല. ഇനി അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നീതി ആയോഗിന് ഒരു സിഇഒ ഉണ്ട്. സിഇഒ എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും സിഇഒ. കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തിയാണ് സിഇഒ ആയിട്ട് നിയമിതരാകുന്നത്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് നീതി ആയോഗിന്റെ ഭരണസമിതിയാണ്. നീതി ആയോഗിന്റെ ദേശീയ വികസന സമിതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ദേശീയ വികസന സമിതി പഠിച്ചു അല്ലെ? ദേശീയ വികസന സമിതിക്ക് പകരം നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. അതായത് ഗവേണിംഗ് കൗൺസിൽ. ഇപ്പൊ നീതി ആയോഗിൽ ബന്ധപ്പെട്ടതാണ് ഗവേണിംഗ് കൗൺസിൽ. അതാണ് നമുക്ക് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഗവേണിംഗ് കൗൺസിൽ? നീതി ആയോഗിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണ് ഗവേണിംഗ് കൗൺസിൽ. അതാണ് ഗവേണിംഗ് കൗൺസിൽ. ദേശീയ വികസന സമിതിക്ക് പകരം നിലവിൽ സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. അപ്പൊ ദേശീയ വികസന സമിതി നിലവിൽ 1952 ഓഗസ്റ്റ് 6-നാണ്. ഈ ദേശീയ വികസന സമിതിക്ക് പകരം നിലവിൽ വന്നതാണ് ഗവേണിംഗ് കൗൺസിൽ. ഇനി ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഭരണസമിതിയാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. ഗവേണിംഗ് കൗൺസിൽ ദേശീയ വികസന സമിതിക്ക് പകരം നിലവിൽ വന്നതാണ്. നീതി ആയോഗിന്റെ ഭരണ സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. ഇനി ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ നീതി ആയോഗിന്റെ ഭരണസമിതിയായ ഗവേണിംഗ് കൗൺസിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാര്, അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരോ ലഫ്റ്റനന്റ് ഗവർണർമാരോ ആയിരിക്കാം അതിലെ അംഗങ്ങൾ എന്നറിയും. അപ്പൊ അതിലെ അംഗങ്ങൾ ആരായിരിക്കും? നീതി ആയോഗിന്റെ ഭരണസമിതിയായ ഈ പറഞ്ഞ ഗവേണിംഗ് കൗൺസിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാര്, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എടുക്കുകയാണെങ്കിൽ ഒന്ന് മുഖ്യമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇതിലെ അംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അത് തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി അംഗമായിട്ടുള്ളത് ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി അംഗമായിട്ടുള്ളത് ഡൽഹിയിലും പുതുച്ചേരിയിലുമാണ് മുഖ്യമന്ത്രി അംഗമായിട്ടുള്ളത്. ഈ ഗവേണിംഗ് കൗൺസിൽ മുഖ്യമന്ത്രി അംഗമായിട്ടുള്ളത് ലഫ്റ്റനന്റ് ഗവർണർ അല്ല, മുഖ്യമന്ത്രി അംഗമായിട്ടുള്ളത് ഡൽഹിയിലും പുതുച്ചേരിയിലുമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹിയിലും പുതുച്ചേരിയിലും മുഖ്യമന്ത്രിയാണ് ഗവേണിംഗ് കൗൺസിലെ അംഗമായിട്ട് ഉള്ളത്. അപ്പം നീതി ആയോഗിന്റെ ഭരണസമിതി എന്നറിയപ്പെടുന്നതാണ് ദേശീയ വികസന സമിതിക്ക് പകരം വന്ന ഗവേണിംഗ് കൗൺസിൽ. ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഭരണസമിതിയാണ്. അത് ദേശീയ വികസന സമിതിക്ക് പകരമായി നിലവിൽ വന്നതാണ്. ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരാണ്. അതുപോലെ കേന്ദ്രഭരണ പ്രദേശം എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോ ലഫ്റ്റനന്റ് ഗവർണറോ ആകാം. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി പുതുച്ചേരിയിൽ അവിടുത്തെ ഈ പറഞ്ഞ ഗവേണിംഗ് കൗൺസിലെ അംഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ഇനി ഇതിനൊരു ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ? അധ്യക്ഷനുണ്ട്, ഉപാധ്യക്ഷനുണ്ട്. ആ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗാരി ആയിരുന്നു ആദ്യ ഉപാധ്യക്ഷൻ. അരവിന്ദ് പനഗാരിയ. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരി ആയിരുന്നു. ഇനി ആദ്യ സിഇഒ ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു ആദ്യ സിഇഒ.
അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരിയും ആദ്യ സിഇഒ സിന്ധുശ്രീ ഖുള്ളറുമായിരുന്നു. ഇപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അധ്യക്ഷനും ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോഴത്തെയും അധ്യക്ഷൻ. ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും എന്നാൽ ഉപാധ്യക്ഷൻ സുമൻ ബെറിയുമാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മോദിയും ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയുമാണ്. അതുപോലെ തന്നെ സിഇഒ ആണ് VR സുബ്രഹ്മണ്യം. ആരാണ്? VR സുബ്രഹ്മണ്യമാണ് സിഇഒ. VR സുബ്രഹ്മണ്യമാണ് സിഇഒ. അപ്പം എന്താണ്? ഇപ്പോഴത്തെ അധ്യക്ഷനാണ് നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയും സിഇഒ VR സുബ്രഹ്മണ്യനുമാണ്. അപ്പൊ നീതി ആയോഗിന്റെ ഭരണസമിതിയാണ് ഗവേണിംഗ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ദേശീയ വികസന സമിതിക്ക് പകരം നിലവിൽ വന്നതാണ് ഗവേണിംഗ് കൗൺസിൽ. ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരാണ്, സംസ്ഥാന മുഖ്യമന്ത്രിമാർ. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയോ ലഫ്റ്റനന്റ് ഗവർണറോ ആയിരിക്കും അംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഡൽഹി, പുതുച്ചേരി മുതലേ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരാണ് ഗവേണിംഗ് കൗൺസിൽ അംഗമായിട്ടുള്ളത്. ഇനി നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദിയും ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരിയും ആദ്യ സിഇഒ സിന്ധുശ്രീ ഖുള്ളറുമാണ് ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷൻ മോദിയാണ്. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത് VR സുബ്രഹ്മണ്യനാണ്. VR സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ. ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നീതി ആയോഗ് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. അതായത് 2022-23 കാലത്തെ ലക്ഷ്യമാക്കി 2018 ഇന്ത്യ ഒരു പദ്ധതി ഇറക്കി. ആ പദ്ധതിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയല്ല നീതി ആയോഗ് 2022-23 കാലത്തിൽ ആ കാലത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി ഒരു പദ്ധതി ഇറക്കി. അപ്പൊ 2022-23 കാലത്തെ ലക്ഷ്യമാക്കി ഈ നീതി ആയോഗ് 2018 ഇന്ത്യക്ക് വേണ്ടി ഒരു പദ്ധതി ഇറക്കി. ആ പദ്ധതിയാണ് ഇത് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 എന്ന് പറയുന്നത് നീതി ആയോഗ് ഇറക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ത്യയുടെ വികസനത്തെ ലക്ഷ്യമാക്കി 2021-23 കാലത്തോടുകൂടി ഇന്ത്യയെ വികസന ലക്ഷ്യമാക്കിക്കൊണ്ട് 2018 നീതി ആയോഗ് ഇറക്കിയ പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതില് വരുന്നത് എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച 9 മുതൽ 10% മാറ്റുക. അതുപോലെ തന്നെ 2022-23 കാലം ആകുമ്പോഴത്തേക്കും രാജ്യത്തെ $4 ട്രില്യൺ ഇക്കണോമി ആക്കുക. അതുപോലെ തന്നെ UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ രേഖ നീതി ആയോഗ് തയ്യാറാക്കിയിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ടാണ്. അതാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 9 മുതൽ 10% സാമ്പത്തിക വളർച്ച കൈവരിക്കുക. അതുപോലെ തന്നെ 2022-23 കാലം ആകുമ്പോഴത്തേക്കും രാജ്യം $4 ട്രില്യൺ എക്കണോമി ആകുക. അതുപോലെ UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നിവയാണ് ഈ പറയുന്ന നീതി ആയോഗിന്റെ ഈ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75 പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ നീതി ആയോഗ് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിച്ചു, നീതി ആയോഗിനെ കുറിച്ച് പഠിച്ചു. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ദേശീയ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. പഞ്ചവത്സര പദ്ധതികൾ എവിടെയാണ് വരുന്നത്? ദേശീയ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലനിൽക്കുന്ന സമയത്താണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി നിലവിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിപ്പോ നോക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെ വർഷത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നതെന്ന് നോക്കാനുള്ളത്. ഈ നോക്കൂ, തുടർച്ചയായുള്ള ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്നതാണ്. 1951 മുതൽ 86 വരെ ഒരു പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ. അങ്ങനെ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികൾ തുടർച്ചയായാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951, 56, 2 56, 61, 3 1961, 66. അങ്ങനെ 3 പഞ്ചവത്സര പദ്ധതികൾ തുടർച്ചയാണ് ഉണ്ടായിരുന്നത്. ഇനി അതിനുശേഷം 66, 69 കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികൾ നിലവിലില്ലായിരുന്നു. അതിനുശേഷം വന്നതാണ് 1969, 74 കാലഘട്ടത്തിലാണ് അടുത്ത പഞ്ചവത്സര പദ്ധതി.
ഇനി 1974 മുതൽ 78 വരെ അടുത്ത പഞ്ചവത്സര പദ്ധതി. ഇനി 78-80 കാലഘട്ടത്തിലും പഞ്ചവത്സര പദ്ധതി നിലവിലായി. അടുത്ത 1980-85 കാലഘട്ടത്തിൽ അടുത്ത പഞ്ചവത്സര പദ്ധതി വരുന്നു. പിന്നെ 1985-90 കാലഘട്ടത്തിൽ അടുത്ത പഞ്ചവത്സര പദ്ധതി. ഇനി 90-92 കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതി ഇല്ല. അടുത്ത 92-97 കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതി. 1997-2002, 2002-2007, 2007 മുതൽ 2012 വരെ, 2012 മുതൽ 2017 വരെ. അപ്പൊ ഇതെങ്ങനെയാണ്? തുടർച്ചയായ 3 വർഷത്തെ 1, 2, 3 അങ്ങനെ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതില്ല. അടുത്തത് എന്താണ്? അടുത്ത 69-74 വരെ, 1974-78 വരെ അങ്ങനെ 2 പഞ്ചവത്സര പദ്ധതികൾ അടുപ്പിച്ചിട്ടായിരുന്നു. അപ്പൊ ഇവിടെ 3, പിന്നെ ഇവിടെ 2 പഞ്ചവത്സര പദ്ധതികൾ. അതിനുശേഷം 1980 മുതൽ 85 വരെയും 1985 മുതൽ 90 വരെയും 2 പഞ്ചവത്സര പദ്ധതികൾ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്? 90-92 സമയത്ത് പഞ്ചവത്സര പദ്ധതിയില്ല. പിന്നെ 92-97, 2002, 2007 അങ്ങനെ 5 പഞ്ചവത്സര പദ്ധതികൾ അടുപ്പിച്ചിട്ടു. അപ്പൊ എങ്ങനെയാണ്? 3 + 2 പിന്നെ 2 പഞ്ചവത്സര പദ്ധതി, അങ്ങനെ 5 അങ്ങനെയാണ് അടുപ്പിച്ച് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ആദ്യം വർഷമാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്നാണ് നിലനിന്നത് 1951 മുതൽ 56 വരെയാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. ഇപ്പൊ ആദ്യ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നതാണ് 1951 ഏപ്രിൽ 1. അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നതാണ് 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. 1951 ഏപ്രിൽ 1-നാണ്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 60 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. ഒന്നാം പഞ്ചവത്സര കാലഘട്ടം 1951 മുതൽ 60 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് 1951 ഏപ്രിൽ 1-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് 1951 ഏപ്രിൽ 1-നാണ്. അതിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മാതൃക എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മാതൃക എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റ് ആദ്യമേ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ ആദ്യമേ അവതരിപ്പിച്ചത്. ഇനി ഈ പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന കൊടുത്തിരുന്നത് കൃഷിക്കാണ്. പ്രഥമ പരിഗണന കൊടുത്തിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് എന്തിനാണ് പ്രഥമ പരിഗണന കൊടുത്തിരുന്നത്? കൃഷിക്കാണ് പ്രഥമ പരിഗണന കൊടുത്തിരുന്നത്. ഇനി അതിനാൽ ഈ പദ്ധതിയെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. പദ്ധതി എന്തെന്ന പേരിൽ അറിയപ്പെടുന്നു? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ കൃഷിയോടൊപ്പം തന്നെ ജലസേചനത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രഥമ പ്രാധാന്യം കൊടുക്കുന്നത് കൃഷിക്കാണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ KN രാജ് ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഡോക്ടർ KN രാജ് ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സരത്തിൽ ജലസേചനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പ്രഥമ പരിഗണന കൊടുത്തിരുന്നത് കൃഷിക്കാണ്. അതുകൊണ്ട് അത് കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പ്രധാന അണക്കെട്ടുകളായ ബക്ര, നങ്കൽ, ഹിരാക്കോട്ട്, ദാമോദർ വാലി എന്നിവ നിർമ്മിക്കപ്പെട്ടത്. ബക്ര, നങ്കൽ, ഹിരാക്കോട്ട് മുതലായ ദാമോദർ വാലി മുതലേ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്രധാന അണക്കെട്ടുകളെ ബക്ര, നങ്കൽ, ഹിരാക്കോട്ട്, ദാമോദർ വാലി എന്നിവ നിർമ്മിക്കപ്പെട്ടത്. ഇനി 1952 ഒക്ടോബർ 2-നാണ് സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ വന്നത്. സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ 1952 ഒക്ടോബർ 2-നാണ്. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ 1952-ലാണ്. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ 1952 ഒക്ടോബർ 2-നാണ് സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ വന്നത്. അതുപോലെ തന്നെ കുടുംബാസൂത്രണം നിലവിൽ വന്നത്. ലോകത്തിൽ ആദ്യമേ കുടുംബാസൂത്രം നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ്. കുടുംബാസൂത്രം നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സാമൂഹ്യ വികസന പദ്ധതി 1952 ഒക്ടോബർ 2-ൽ നിലവിൽ വന്നു. അതുപോലെ ഒരു കുടുംബാസൂത്രം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് കുടുംബാസൂത്രം, സാമൂഹ്യ വികസന പദ്ധതി മുതലായവ ആരംഭിച്ചത്.
അതുപോലെ തന്നെ UGC നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1953 ഡിസംബർ 28-നാണ് UGC നിലവിൽ വന്നത്. 1953 ഡിസംബർ 28-നാണ് UGC നിലവിൽ വന്നത്. അതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഒന്നാം പഞ്ചവത്സര കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നത്. 1955-ലാണ്. 1955-ൽ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1955-ലാണ്. ഇനി അതുപോലെ തന്നെ 5 IIT-കൾ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5 IIT-കൾ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IIT-കൾ നിലവിൽ വന്നത്. ഇനി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% എങ്കിൽ 3.6% ആണ് കൈവരിച്ച വളർച്ചാ നിരക്ക്. കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.6% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ഇനി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ആരുടെ ഉദ്ധരണിയാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തെ മഹാക്ഷേത്രങ്ങളെന്ന് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിലവിൽ വന്നത് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയാണ്. അത് നിലവിൽ വന്നത് 1951 ഏപ്രിൽ 1-നാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഹാരോൾഡ് ഡോമർ മാതൃകയെന്ന്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള പാർലമെന്റിൽ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രഥമ പരിഗണന കൊടുത്തതെന്ന് വെച്ചാൽ കൃഷിക്കാണ്. അത് അതിനോടൊപ്പം തന്നെ ജലസേചന, അത് ഏറ്റവും കൂടുതൽ പരിഗണന കൃഷിക്കും. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടും. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടു. ഇനി ജലസേചനത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടുകളാണ് ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലി മുതലായവ. ഇനി അതുപോലെ തന്നെ 1900 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സാമൂഹ്യ വികസന പദ്ധതി നിലവിൽ 1952 ഒക്ടോബർ 2-നാണ് സാമൂഹ്യ വികസന സമിതി നിലവിൽ വന്നത്. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ കുടുംബാസൂത്രണം നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ലോകത്തിലെ ആദ്യമേ കുടുംബാസൂത്രണം നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ്. അതുപോലെ UGC നിലയിൽ വന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1953 ഡിസംബർ 28-നാണ് UGC നിലവിൽ വരുന്നത്. ഇനി 5 IIT-കൾ സ്ഥാപിക്കപ്പെട്ടതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി ലക്ഷ്യമിട്ട് കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1955-ലാണ്. ഇനി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1%. കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 3.6%. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രാധാന്യം എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി ഏതെന്ന് വെച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഇതിന് മെഹൽനോബിസ് മാതൃക എന്നറിയപ്പെട്ടു. മെഹൽനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. മെഹൽനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹൽനോബിസ് മാതൃക എന്നറിയപ്പെട്ടത്. ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്നറിയപ്പെടുന്നത് മെഹൽനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയും ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്നറിയപ്പെടുന്നത് മെഹൽനോബിസും ആണ്. ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്നറിയപ്പെടുന്നത് മെഹൽനോബിസും ഇന്ത്യൻ ആസൂത്രണ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയുമാണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുക്കുന്നത് വ്യവസായത്തിനാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ മെഹൽനോബിസ് മാതൃക എന്നറിയപ്പെട്ടു. മെഹൽനോബിസ് എന്ന് പറയുന്നത് വ്യക്തിയെ ഇന്ത്യൻ ആസൂത്രണ ശില്പി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? തൊഴിലില്ലായ്മ കുറയ്ക്കുക. തൊഴിലില്ലായ്മ കുറയ്ക്കുകയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി അതുപോലെ തന്നെ ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1956-ലാണ് ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത്. അപ്പൊ ദേശീയ ഹൈവേ ആക്ട് നിലവിൽ 1956-ലാണ്. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
ഇനി അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത്, ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 4.5%. 4.5% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. എന്നാൽ 4.27% കൈവരിച്ച വളർച്ചാ നിരക്ക്. 4.5% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്, എന്നാൽ 4.27% കൈവരിച്ച വളർച്ചാ നിരക്ക്. അതുപോലെ തന്നെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകൾ, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നു. പ്രധാനമായ ഇരുമ്പുരുക്ക് ശാലകൾ എന്ന് വെച്ചാൽ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ മുതലായവയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലനിന്ന ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ഭിലായി, റൂർക്കേല, അതുപോലെ തന്നെ ദുർഗാപൂർ. ഇതിൽ ഭിലായി ഒരു ഇരുമ്പുരുക്ക് ശാല നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിലുന്ന ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഭിലായി ആണ്. ഭിലായി ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായി. 1957 നിലവിലുന്നത്. 1957. ഇനി റൂർക്കേല എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. റൂർക്കേല ഒഡീഷയിലെ ഇരുമ്പുരുക്ക് ശാലയാണ്. അത് ആരുടെ സഹായത്തോടെ പ്രവർത്തിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെ ആരംഭിച്ചതാണ്. 1959 ആരംഭിച്ചത്. ഇനി ദുർഗാപൂർ എന്ന് പറയുന്ന മറ്റൊരു ഇരുമ്പുരുക്ക് ശാലയാണ്. അത് പശ്ചിമ ബംഗാളിലാണ്. അത് ബ്രിട്ടന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചത് 1959 നിലവിൽ വന്നത്. അപ്പൊ ഈ പറയുന്ന ഇരുമ്പുരുക്ക് ശാലയൊക്കെ നിലവന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 56 മുതൽ 61 വരെയാണ്. അത് എന്ത് പേരിൽ അറിയപ്പെട്ടു? മെഹലോബിസ് മാതൃക എന്നറിയപ്പെട്ടു. അതുപോലെ വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതുപോലെ തൊഴിലായ്മ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടിരുന്നത്. അതുപോലെ തന്നെ ദേശീയ ഹൈവേ അതോറിറ്റി ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് 1956 അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ആ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യ സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ 1957 നിലവിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഒറീസയിലുള്ളതാണ് ഇത് ഈ പറഞ്ഞ റൂർക്കേല. അത് ജർമ്മനിയുടെ സഹായത്തോടെ 1959 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ദുർഗാപൂർ പശ്ചിമ ബംഗാളില് ബ്രിട്ടന്റെ സഹായത്തോടെ 1959 നിലവിൽ വന്നു. ഇനി ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എത്ര ശതമാനം വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടത്? 4.5% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ 4.27% വളർച്ചാ നിരക്ക് മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. 4.5% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടു. എന്നാൽ 4.27% വളർച്ചാ നിരക്ക് മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. അതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ എല്ലാ പോയിന്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നതാണ്. ഈ പോയിന്റ്സ് അതുപോലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാക്സിമം സോഴ്സിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം. എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. ഇനി ഇതിന്റെ റിമൈനിങ് പോർഷൻ തൊട്ടടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം GK മാത്രമല്ല കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്. ഇംഗ്ലീഷ് ഇപ്പം LGS ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ള പരീക്ഷകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷും മാത്സും ഒക്കെ ഫോളോ ചെയ്യണം. മാക്സിമം റിവിഷൻ ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആകുമ്പോഴത്തേക്കും ഒരു ആഴ്ചത്തെ ടോപ്പിക് കംപ്ലീറ്റ് ആവും. അപ്പൊ അതിനുശേഷം ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അത് ടെലിഗ്രാം ചാനലാണ്. എന്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ തുടർന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.